പെയ്യാൻ പോവുകയാണ്, ഞാൻ ഇറങ്ങാൻ പോവുകയാണ്, സിനിമ തുടങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? വളരെ സിമ്പിളായിട്ട് ബേസിക് ലാംഗ്വേജിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. മഴ പെയ്യാൻ പോവുകയാണ്, ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. പക്ഷെ കുറച്ചുകൂടി നമ്മൾ സ്ലാങ് ഫ്രേസസ് ഒക്കെ യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ എന്നുള്ളത് നമ്മൾ ഷോർട്ടാക്കി ഇറ്റ്സ് ഗോണ റെയിൻ, ഇറ്റ്സ് ഗോണ റെയിൻ. അത് കുറച്ചുകൂടി സ്ലാങ് ഫ്രേസ് ആണ്, ഇറ്റ്സ് ഗോണ റെയിൻ. സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതല്ല പിന്നെയും നമ്മൾ കുറച്ചുകൂടി ഫോർമലായിട്ട് പറയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇറ്റ്സ് അബൌട്ട് ടു റെയിൻ, ഇറ്റ്സ് അബൌട്ട് ടു റെയിൻ. മഴ പെയ്യാൻ പോവുകയാണ്. അതേപോലെയാണ് ഞാൻ ഇറങ്ങാൻ പോവുകയാണ്. ഇതെങ്ങനെ പറയും? ഐ എം ഇറങ്ങാൻ പോവുകയാണ് എന്നുള്ളത് എങ്ങനെ പറയാം? ഐ എം ഗോയിങ് ടു ലീവ്. ലീവ് എന്ന് വെച്ചാൽ എന്താ? ഇറങ്ങുക എന്നുള്ള അർത്ഥമുണ്ട്. നമ്മൾ ലീവ് ഉണ്ട്, അവധി, അതല്ലാതെ ഇറങ്ങുക എന്നുള്ള അർത്ഥമുണ്ട്. സോ ഐ എം ഗോയിങ് ടു ലീവ്, ഞാൻ ഇറങ്ങാൻ പോവുകയാണ്. ഇനി കുറച്ചുകൂടി സ്ലാങ് ഫ്രേസ് യൂസ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ ഐ എം ഗോണ ലീവ്. ഓക്കെ, ഐ എം ഗോണ ലീവ്. ഇനി കുറച്ചുകൂടി ഒഫീഷ്യലായിട്ട് കുറച്ചുകൂടി ഫോർമലായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഐ എം അബൌട്ട് ടു ലീവ്, ഐ എം അബൌട്ട് ടു ലീവ്. സോ നമ്മളൊരു കാര്യം ചെയ്യാൻ പോവുകയാണെന്ന് പറയാനായിട്ട് ഐ എം ഗോയിങ് ടു, വളരെ ബേസിക്. ഐ എം ഗോണ, സ്ലാങ് ഫ്രേസ് യൂസ് ചെയ്ത് കാഷ്വൽ. ഐ എം അബൌട്ട് ടു, കുറച്ചുകൂടി ഫോർമൽ. ഇനി സിനിമ തുടങ്ങാൻ പോവുകയാണ് എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷിൽ ഈ 3 രീതിയിൽ പറയുന്നത് നിങ്ങൾ കോമെന്റ് ചെയ്യാം. താങ്ക് യു. English Mitra. Stop worrying, start learning.